ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരുമ്പോൾ മാർക്കറ്റ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മ്യൂച്വൽ ഫണ്ട് പറയാനാണെങ്കിലും ഇൻഷുറൻസ് പ്രോഡക്റ്റ് പറയാനാണെങ്കിലും എല്ലാം റിലേറ്റഡ് ടു മാർക്കറ്റ് ആയിരിക്കും. ബാങ്കേഴ്സിനോട് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഡയറക്ഷൻസ് വന്നു കഴിഞ്ഞു. ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ സർട്ടിഫിക്കേഷൻ എടുക്കാനും IRDAയുടെ സർട്ടിഫിക്കേഷൻ എടുക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലെവലാണ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എടുക്കാൻ പറയുന്നത്. ഇന്നിപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് AI എങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്യും പറയുന്നത്. സോ AI എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ AI എന്ന് പറയുന്നത് വിൽ ഡെഫിനറ്റ്ലി റീപ്ലേസ് ലോട്ട് ഓഫ് ജോബ്സ്. ബട്ട് വിച്ച് ജോബ്സ്? എല്ലാം ഈ ബാക്ക് എൻഡ് ജോബ്സ് ആണ്. അത് ഡെസ്ക് ജോബ്സ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ജോബ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും പിള്ളേരെല്ലാവരും വരുമ്പോൾ ആദ്യം പറയേണ്ടത് എനിക്ക് സെയിൽസ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ബാക്ക് എൻഡ് ചെയ്താൽ മതി, കാരണം നമുക്ക് ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന പണി ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് വരുന്നത്. പക്ഷേ സത്യമായ കാര്യം എന്ന് പറഞ്ഞാൽ ആ ജോബിന് ഇല്ല, ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഫ്രണ്ട് എൻഡ് ജോബിലേക്കായിരിക്കും ആൾക്കാർ. വെൽത്ത് മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റിലായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ആൾക്കാരെ നമ്മൾ 100% എടുക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ബാങ്കിൽ തന്നെ നമ്മളിപ്പോൾ ആരും പോകാറില്ല. എല്ലാവരും ബാങ്കിൽ പോകണമെങ്കിൽ തന്നെ ഒരു ബാങ്കർ വരണമെന്നുണ്ടെങ്കിൽ തന്നെ ദേ ഹാവ് ടു റീപൊസിഷൻ ദംസെൽസ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. സോ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ജോബ് മാർക്കറ്റ് മാറാൻ പോകുന്നത്.